നമസ്കാരം. പാകിസ്ഥാൻ കരസേനാ മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ വധിക്കാൻ ഇസ്രയേൽ പദ്ധതി ഇട്ടിരുന്നു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തെത്തിയിരിക്കുകയാണ്. സ്വിറ്റ്സർലൻഡിൽ നടന്ന US-ഇറാൻ സമാധാന ചർച്ചകൾക്കിടെയായിരുന്നു പാകിസ്ഥാൻ കരസേനാ മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ വധിക്കാൻ ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് പദ്ധതിയിട്ടതായി പ്രമുഖ ബ്രസീലിയൻ മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ പെപ്പെ വ്യക്തമാക്കുന്നത്. എന്നാൽ പദ്ധതി പരാജയപ്പെടുകയായിരുന്നു. പാകിസ്ഥാൻ സൈനിക ഇന്റലിജൻസ് ഈ വിവരം ചോർത്തുകയും പദ്ധതി പരാജയപ്പെടുത്തുകയും ചെയ്തു. പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനായിരുന്നു ഈ വെളിപ്പെടുത്തൽ നൽകിയത്. അതായത്, അമേരിക്ക-ഇറാൻ സമാധാന ചർച്ചയ്ക്കായി സ്വിറ്റ്സർലൻഡ് സന്ദർശനത്തിനിടെ വധിക്കാനായിരുന്നു പദ്ധതി. അസീം മുനീറിന് പുറമെ പാക് പ്രതിനിധി സംഘത്തെ വധിക്കാനും പദ്ധതിയിട്ടു എന്നാണ് പെപ്പെ വ്യക്തമാക്കുന്നത്. അതായത്, അദ്ദേഹത്തിന്റെ ഗുരുതരമായ ആരോപണങ്ങൾ നിരവധിയുമുണ്ട്. ഒരു പോഡ്കാസ്റ്റ് ഷോയിലാണ് എസ്കോബാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. അമേരിക്ക-ഇറാൻ ചർച്ചകൾക്കായി പാകിസ്ഥാന്റെയും ഖത്തറിന്റെയും പ്രതിനിധികൾ സ്വിറ്റ്സർലൻഡിലെ ബെർഗൻസ്റ്റോക്ക് റിസോർട്ടിലെത്തിയിരുന്നു. ഈ ഘട്ടത്തിൽ നെതന്യാഹുവിന്റെ ഉത്തരവ് അനുസരിച്ച് അസീം മുനീറിനും കൂടെയുണ്ടായിരുന്ന പാക് പ്രതിനിധികളെയും വധിക്കാൻ മൊസാദ് പദ്ധതി ഇട്ടതായാണ് വെളിപ്പെടുത്തൽ. എന്നാൽ ഇതു സംബന്ധിച്ച വിവരം പാക് സൈന്യത്തിന് ലഭിച്ചിരുന്നതായും അദ്ദേഹം പറയുന്നുണ്ട്. തുടർന്ന് ഒമാൻ വഴി ഇസ്രയേലിന് പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നതായും പെപ്പെ വ്യക്തമാക്കുന്നു. പ്രതിനിധി സംഘത്തെ തൊടാൻ ശ്രമിച്ചാൽ നിങ്ങളെ ഭൂപടത്തിൽ നിന്നും തുടച്ചു നീക്കുമെന്നാണ് പാകിസ്ഥാൻ പറഞ്ഞത്. എന്നാൽ ഈ ആരോപണം പാക് അധികൃതർ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ഇത് തികച്ചും അസംബന്ധവും അടിസ്ഥാനരഹിതവുമാണ് എന്നാണ് പാക് സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് പുറത്തുവന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത്. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെയും ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെയും സ്വിറ്റ്സർലൻഡ് സന്ദർശനം വളരെ സുഗമമായാണ് നടന്നതെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. അതായത്, സന്ദർശന വേളയിൽ സ്വിറ്റ്സർലൻഡിലെയോ അമേരിക്കയുടെയോ സുരക്ഷാ സംഘങ്ങൾ യാതൊരു വിധത്തിലുള്ള ആശങ്കകളും പ്രകടിപ്പിച്ചിരുന്നില്ല എന്നും മാത്രമല്ല, താമസ സമയത്തടക്കം പ്രധാനമന്ത്രിയുടെയും കരസേനാ മേധാവിയുടെയും സുരക്ഷാ സംവിധാനങ്ങൾ കർശനമായി പാലിച്ചിരുന്നതായുമാണ് പാക് അധികൃതർ വ്യക്തമാക്കുന്നത്. യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കെട്ടുകഥയാണ് ഈ ആരോപണങ്ങൾ എന്നാണ് പാക് ഉദ്യോഗസ്ഥർ ഇതിനെ തള്ളിക്കളയുന്നത്.